ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്രദമായ ഈ നല്ല നിമിഷത്തിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാനും അത് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിപ്പാനും തക്കവണ്ണം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, അടിയങ്ങളിതാ ദൈവമേ അപ്പൻ്റെ സന്നിധിയിലേക്ക് താഴ്മയായി കടന്നു വരുന്നു. അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഈ വചനം കർത്താവെ ഞങ്ങൾ പഠിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിപ്പാനും അതിൻ പ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും തക്കവണ്ണം ഇവിടെ ഞങ്ങളെ സഹായിക്കണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് അപ്പോസ്തലനായ പത്രോസിനെ കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മളോട് സംസാരിക്കുന്നു. എപ്രകാരമാണ് അപ്പോസ്തലനായ പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ കാണുന്ന മാത്രയിൽ ദൈവം ഒരത്ഭുതം പ്രവർത്തിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുകയും അവൻ കർത്താവിനെ അനുഗമിക്കുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. പലപ്പോഴും നാം ദൈവവചനം വായിക്കുമ്പോൾ എടുത്തു ചാടുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു പത്രോസ്. അതുപോലെ തന്നെ ഉരുളുന്ന ഒരു സ്വഭാവവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ സുവിശേഷ വേലയ്ക്കായിട്ട് മുന്നോട്ട് പോയപ്പോഴൊക്കെയും അവൻ്റെ കൂടെ നടന്നപ്പോഴൊക്കെയും എന്താണ് ദൈവത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയതായിട്ടുള്ളൊരു ശിഷ്യനാണ് പത്രോസ് എന്ന് പറയുന്നത്. എന്നാൽ കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പ്രിയ മകനിൽ പ്രവർത്തിച്ചപ്പോൾ പിന്നീട് ദൈവത്തിനു വേണ്ടി അനേകം വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം അപ്രകാരം പത്രോസിനെ കുറിച്ച് വേദപുസ്തകം ഇപ്രകാരം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇവിടെ വേദപുസ്തകം പറയുന്നു, ഞാൻ നിൻ്റെ മേൽ സഭയെ പണിയുമെന്ന് പറയുന്നു. ആ പാറ എന്ന് പറയുന്നത് ആരാണ്? പത്രോസിൻ്റെ അർത്ഥം എന്ന് പറയുന്ന അവിടെ ഉപയോഗിച്ചിരുന്ന വാക്കെന്ന് പറയുന്നത് പെട്രോസ് എന്ന് പറയുന്നൊരു വാക്കാണ്. അതിനർത്ഥം ഉരുളൻ കല്ലെന്നാണ്. ഒരിക്കലും ഉരുളൻ കല്ലിന്മേൽ ദൈവത്തിൻ്റെ സഭയെ പണിയുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുകയില്ല. യഥാർത്ഥ സഭയെ പണിയുന്നത് ഒരാത്മീക കല്ല് തന്നെ അതിനാവശ്യമാണ്. ഒരാത്മീക മൂലക്കല്ല് തന്നെ അതിനാവശ്യമാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആകുന്നു. കർത്താവായ യേശുക്രിസ്തുവിലാകുന്നു ആ സഭയെ പണിയുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഒരിക്കൽ ശിഷ്യന്മാർ ആയിരിക്കുന്ന സമയത്ത് കർത്താവ് ജലത്തിൻ്റെ മുകളിലൂടെ നടന്നു വരുന്ന സമയത്ത് പത്രോസ് എഴുന്നേറ്റ് നിന്ന്, കർത്താവെ, ഞാനും നിന്നെപ്പോലെ അതിലൂടെ നടക്കുവാൻ തക്കവണ്ണം, വെള്ളത്തിന്മീതെ നടക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. അപ്പോൾ കർത്താവ് പറയും, നീ വരാൻ പറയും. അങ്ങനെ വരാൻ പറയുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് ഒന്നും നോക്കാതെ അതിൻ്റെ മുകളിലൂടെ നടന്നു വരുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു ദൈവവചനത്തിൽ. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആ നദിയുടെ ആഴങ്ങളിലേക്ക് പോകുന്നതായിട്ടുള്ളൊരു അവസ്ഥയുണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ആ നദിയുടെ ആഴങ്ങളിലേക്ക് അപ്പോസ്തലനായ പൗലോസ് പോകുവാൻ തക്കവണ്ണം കാരണമാകുന്നത്? കാരണം വിശ്വാസ ജീവിതത്തിലുള്ള കോട്ടമാണ്. കുറച്ച് നടന്നപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത്, ഞാൻ നദിയിലൂടെയാണ് നടക്കുന്നത്, എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ, ഞാൻ മുങ്ങിപ്പോകുമോ, എൻ്റെ ജീവൻ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഉടനെ തന്നെ അദ്ദേഹം മുങ്ങിപ്പോകുന്നതായിട്ടുള്ള അനുഭവത്തിലേക്ക് വന്നു. എന്നാൽ ആ യാത്രയുടെ തുടക്കത്തിൽ അദ്ദേഹം യേശു ക്രിസ്തുവിൽ മാത്രം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു.
അദ്ദേഹത്തിൻ്റെ വിശ്വാസം യേശു ക്രിസ്തുവായിരുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഒരു കേടും കൂടാതെ അദ്ദേഹത്തിന് നടക്കുവാൻ തക്കവണ്ണം സാധിച്ചു. എന്നാൽ ഈ ലോകത്തിൻ്റെ ആ നശ്വരമായിട്ടുള്ള ഒരു അനുഭവത്തിൽ അദ്ദേഹം ചിന്തിച്ചപ്പോൾ അദ്ദേഹം മുങ്ങിപ്പോകുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വന്നു. ഈ പത്രോസ് പിന്നീട് എപ്പോഴും കർത്താവിനോട് കൂടെയായിരുന്നു. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ശിഷ്യന്മാരിൽ ആ പത്രോസും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു കള്ളനെ പോലെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവനും ആ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറയുന്നതായിട്ടുള്ള ഒരവസ്ഥ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് 3 പ്രാവശ്യം തള്ളിപ്പറയുന്നതായിട്ടുള്ളൊരു അനുഭവം അത് കർത്താവായ യേശു ക്രിസ്തു മുന്നമേ അവനോട് പറഞ്ഞതാണ്. എന്നാൽ ആ സമയത്ത് അപ്പോസ്തലന്മാരൊക്കെയും പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ശിഷ്യൻ പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ നിന്നോട് തലവിലാകുവാനും നിനക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യുവാനും ഞാൻ സന്നദ്ധനാണ് എന്ന് പറയുകയുണ്ടായി. എന്നാൽ കർത്താവിനെ ഒരു കള്ളനെ പോലെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ, ഒരു കുറ്റവാളിയെ പോലെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ എല്ലാ ശിഷ്യന്മാരും ചിതറി ഓടുന്നതായിട്ടുള്ളൊരു അനുഭവത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ പിൽക്കാലത്ത് അവർ മാളിക മുറിയിൽ 10 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അനേകം മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി. യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്താണ് ഇവിടെ ചെയ്യുവാൻ തക്കവണ്ണം കടന്നു വന്നത്, എന്തായിരുന്നു കർത്താവിൻ്റെ ദൗത്യമെന്ന് അവർക്ക് മനസ്സിലാക്കുവാനും ദൈവവചനത്തിനു വേണ്ടി അനേകം വൻകാര്യങ്ങൾ ചെയ്യുവാനും തക്കവണ്ണം അപ്പോസ്തലനായ പത്രോസിന് സാധിച്ചു. തൻ്റെ ഒറ്റ പ്രസംഗം കൊണ്ട് തന്നെ ഏകദേശം 3000-ഓളം പേരെ അദ്ദേഹത്തിന് മാനസാന്തരത്തിലേക്ക് നയിപ്പാൻ തക്കവണ്ണം സാധ്യമായി. കാരണം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൽ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് അടങ്ങിയിരിക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല. ദൈവവേലയ്ക്കായിട്ട് അനേകം കാര്യാദികൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധ്യമായി. അപ്പോസ്തലനായ പത്രോസ് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അനേകം മിഷനറി യാത്രകൾ നടത്തുകയും അനേകം പേരെ സൗഖ്യമാക്കുന്ന ഒരു അനുഭവത്തിലേക്കും കടന്നു വന്നു. നമുക്ക് ഇപ്രകാരം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇപ്രകാരം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, രോഗികളെ പുറത്തു കൊണ്ടുവന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീഥികളിലും വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തുമായിരുന്നു. കാരണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അത്രത്തോളം അപ്പോസ്തലനായ പത്രോസിന്മേൽ ഉണ്ടായിരുന്നു. അവൻ വീഥികളിലൂടെ കടന്നു പോകുമ്പോൾ രോഗം സൗഖ്യമാക്കുന്നതിന് വേണ്ടി ആളുകളെ അവൻ്റെ നിഴൽപ്പെടുന്ന രീതിയിൽ തന്നെ കൊണ്ടു കിടത്തുന്നതായിട്ടുള്ള ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ അത്രത്തോളം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്പോസ്തലനായ പത്രോസിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. പത്രോസ് ഈ കാര്യാദികൾ നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ അനന്യാസിൻ്റെയും സഫീറയുടെയും കാര്യാദികൾ കടന്നു വന്നപ്പോൾ അവരോട് ശാസിക്കുന്നതും അപ്പോസ്തലനായ പത്രോസ് തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ അവർ പരിശുദ്ധാത്മാവിനോട് കള്ളം ചെയ്തപ്പോഴും അവരെ ശാസിക്കുവാൻ തക്കവണ്ണം മുൻകൈ എടുത്തത് അപ്പോസ്തലനായ പത്രോസ് തന്നെയായിരുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനു വേണ്ടി അനേകം വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം പത്രോസിന് സാധ്യമായി തീർന്നു. ആദ്യമായിട്ട് കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വന്നപ്പോൾ, കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ അവന് ഒന്നും മനസ്സിലാക്കുവാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നില്ല. എന്നാൽ
ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അനേകം വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവനിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അതുപോലെ ഇന്നും നാം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ മൂലക്കല്ല് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കും. ആ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് അനേകം സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അനേകം ആത്മാക്കളെ നമുക്ക് നേടുവാൻ തക്കവണ്ണം സാധിക്കും. ബൈബിൾ പരിജ്ഞാനമില്ലാത്ത എത്രയോ പേർ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രസ്താവിക്കുകയും അനേകം ആത്മാക്കളെ നേടുകയും ചെയ്തു. ഈ അപ്പോസ്തലനായ പത്രോസിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. കടലിൻ്റെ ഗതിഗതികൾ മാത്രം അവർക്കറിയാം, കാലാവസ്ഥകളെക്കുറിച്ച് മാത്രം അറിയാം. എങ്കിലും അവർ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് വേണ്ടി നിലകൊണ്ടു. ഇന്ന് ഈ ലോകത്തിൽ പരന്നു കിടക്കുന്നതായിട്ടുള്ള ഈ ലോകത്തിൽ അതിൻ്റെ ഓരോ കോണിലും സുവിശേഷ പ്രവർത്തനം നടക്കുന്നുണ്ട് എങ്കിൽ അന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അശ്രാന്ത പരിശ്രമം തന്നെയാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് അവരിലൂടെ പ്രവർത്തിച്ചപ്പോൾ അവർ ദൈവത്തിൻ്റെ രക്തസാക്ഷികളായിട്ട് മാറി. അവർ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മളും ഈ അന്ത്യനാളുകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിജ്ഞാനമനുസരിച്ച്, നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ അനുസരിച്ച് ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങി പുറപ്പെടുക, ദൈവവേലയ്ക്കായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുക. അങ്ങനെയാണ് എങ്കിൽ പത്രോസിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്രകാരമാണോ പ്രവർത്തിച്ചത് അപ്രകാരം നമ്മുടെ ഹൃദയങ്ങളിലും പ്രവർത്തിക്കും. അപ്രകാരം നമ്മുടെ ജീവിതങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരും. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരും. അപ്പോസ്തലന്മാരെ പോലെ നമുക്കും കർത്താവിൻ്റെ രക്തസാക്ഷികളായി തീരുവാൻ തക്കവണ്ണം നമുക്കും സാധ്യമായി തീരും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നോക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ ദൈവത്തിന് അനുരൂപമായിട്ട്, ദൈവത്തിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും അപ്രകാരം ഒരു മാറ്റത്തിൻ്റെ അനുഭവം ഉണ്ടായിരിക്കണം. കർത്താവിനെ കണ്ടുമുട്ടിയ സമയം മുതൽ, നാം സ്നാനം സ്വീകരിച്ച് സഭയോട് ചേർന്നതായിട്ടുള്ള സമയം മുതൽ നമ്മുടെ രക്ഷിതാവെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചിട്ട് പുതിയൊരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. അപ്രകാരം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ പ്രവൃത്തികളെയും ദൈവത്തിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. അപ്പോസ്തലനായ പത്രോസ് തനിക്ക് ലഭിച്ചതായിട്ടുള്ള താലന്തുകളെ എടുത്തു വെച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതുപോലെ നമുക്കും പ്രവർത്തിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം തയ്യാറാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ നാം യഥാക്രമം ഉപയോഗിക്കുന്നുണ്ടോ? 100% നമ്മുടെ ആരാധനയിലും നമ്മുടെ ദൈവവചനങ്ങളിലൊക്കെയും നാം 100% നമ്മുടെ താലന്തുകൾ ഉപയോഗപ്പെടുത്താറുണ്ടോ? പലപ്പോഴും നാം താലന്തുകൾ കുഴിച്ചിടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു എന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കുക. നമ്മെ തന്നെ ശോധന ചെയ്തു നോക്കുക. 5 താലന്തുള്ളവൻ 5 കൂടെ നേടിയതായിട്ടുള്ളൊരു ഉപമ ദൈവം നമ്മളോട് പറയുന്നു. 2 താലന്ത് ലഭിച്ചവൻ 2 കൂടെ നേടിയതായിട്ട് ദൈവവചനം പറയുന്നു. എപ്രകാരമാണ് അത് നേടുവാൻ തക്കവണ്ണം സാധ്യമായത്? അത് വ്യാപാരം ചെയ്തതുകൊണ്ടാണ്. പരിശുദ്ധാത്മ ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് വ്യാപാരം ചെയ്തതുകൊണ്ടാണ് അവർക്ക് നേടുവാൻ തക്കവണ്ണം സാധിച്ചത്.
എന്നാൽ ഒന്നും ചെയ്യാതെ ഒരു വ്യക്തി ഒരു താലന്ത് ലഭിച്ചു, അത് കുഴിച്ചിടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അപ്രകാരം താലന്തുകൾ നൽകിയാണ് സൃഷ്ടിക്കുന്നത്. നാം ദൈവത്തിന് അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് നാം നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിനായിട്ട് സമർപ്പിക്കാം. നമ്മുടെ താലന്തുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. അങ്ങനെ ആകുമ്പോൾ പത്രോസിൻ്റെ മേൽ ദൈവത്തിൻ്റെ സഭയെ ദൈവം പണിതതുപോലെ ആ പത്രോസിൻ്റെ ഹൃദയങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു പ്രവർത്തിച്ചതുപോലെ നമ്മുടെ ഹൃദയങ്ങളിലും പ്രവർത്തിക്കും. നമ്മളിലും ദൈവത്തിൻ്റെ ആ വചനത്തെ പണിയുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തും. അപ്രകാരം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ, വഴി നടത്തുമാറാകട്ടെ. നമുക്ക് ദാവീദ് മഹാരാജാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തൻ്റെ ജീവിതത്തിൽ എപ്പോഴും പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെയുമായിരുന്നു. എങ്കിലും തനിക്ക് കിട്ടുന്ന സമയത്തൊക്കെയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഗാനങ്ങളെ ആലപിക്കുകയും ചെയ്യുന്ന ദാവീദ് മഹാരാജാവിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുപോലെ തന്നെ തൻ്റെ 40 വർഷം താൻ ഇസ്രായേൽ മക്കളുടെ രാജാവായിട്ട് നിലനിൽപ്പാൻ തക്കവണ്ണം ദൈവം അവസരം നൽകി. എന്തുകൊണ്ടാണ്? കാരണം ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആ ദൈവിക ശുശ്രൂഷയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും നാമും അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക. ദൈവത്തിൻ്റെ കല്ല് ക്രിസ്തുവാകുന്ന പാറയിൽ തന്നെ നമ്മുടെ സഭകളെ നമുക്ക് പണിയാം. അപ്രകാരം ദൈവത്തിൻ്റെ സഭ നമ്മളിൽ പണിയുമ്പോൾ നമുക്ക് ആത്മീകമായിട്ട് വളരുവാൻ തക്കവണ്ണം സാധ്യമായി തീരും. അപ്രകാരം നമുക്ക് അനേകം ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരും. നാം ദൈവത്തിന് ഒരു നല്ല വിശ്വാസിയായിട്ട്, അല്പവിശ്വാസിയായിട്ടല്ല, അധികത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ തന്നെ നമുക്ക് ക്രമീകരിക്കാം. അപ്രകാരം ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ കൂടുതലായിട്ട് ദൈവവുമായിട്ട് അടുത്തിരിക്കുന്ന ഒരനുഭവത്തിലേക്ക് നാം കടന്നു വരണം. നമ്മുടെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മളെപ്പോഴും ആയിരിക്കുക. അപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ആത്മാവ് പ്രവർത്തിക്കുന്ന വഴിയെ തന്നെ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക. ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 52-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു, ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിൻ്റെ താക്കോലെടുത്ത് കളഞ്ഞു, നിങ്ങൾ തന്നെ കടന്നില്ല, കടക്കുന്നവരെയും കടക്കുവാൻ സമ്മതിക്കാത്തതായിട്ടുള്ളൊരനുഭവം, കടക്കുന്നവരെയും തടുത്തു കളഞ്ഞു എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ ന്യായശാസ്ത്രിമാർ, അന്നത്തെ കാലഘട്ടത്തിലുണ്ടായ ന്യായശാസ്ത്രിമാരുടെ അവസ്ഥ എന്താണ്? അവർ മാനുഷികമായിട്ടുള്ള കൽപ്പനകളും നിയമങ്ങളും ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ള അനുഭവമാണ്. മാനുഷികമായിട്ടുള്ള കൽപ്പനകളിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ മറന്നുകൊണ്ട് ജീവിക്കുന്നതായിട്ടുള്ള അനുഭവം. അപ്രകാരമാണ് എങ്കിൽ നമുക്കൊരിക്കലും ദൈവസന്നിധിയിൽ നിലനിൽപ്പാൻ തക്കവണ്ണം സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറായവരെ പോലും തടയുന്നതായിട്ടുള്ള, മാനുഷിക കൽപ്പനകൾ കൊണ്ട് തടയുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം അന്നുണ്ടായിരുന്നു. അവർക്ക് അയ്യോ കഷ്ടമെന്നാണ് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമ്മൾ ഈ അന്ത്യനാളുകളിൽ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അനേകം പ്രവാചകന്മാരും ന്യായശാസ്ത്രിമാരും എന്ന് അവകാശപ്പെടുന്ന അപ്രകാരം കടന്നു വരുമ്പോൾ നാം ഓർത്തുകൊള്ളണം,
അവർ മാനുഷിക കൽപ്പനകൾ കൊണ്ട് താൽക്കാലികമായിട്ടുള്ള ലാഭങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നു. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പത്രോസ് എപ്രകാരമാണ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മനസ്സിലാക്കിയതും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതും ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നതുമെന്ന് നാം ഓർത്തുകൊള്ളണം. അതുപോലെ നമ്മുടെ ജീവിതങ്ങളെയും നാം ക്രമപ്പെടുത്തുക. ഈ അന്ത്യനാളുകളിൽ ആളുകൾ നമ്മെ വഴിതെറ്റിക്കുവാൻ തക്കവണ്ണം, നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ അനേകം ആളുകളും നമ്മുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് നമ്മൾക്ക് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ ശാപം ലഭിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം നമ്മെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നാം എപ്പോഴും ഓർത്തുകൊള്ളുക, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഒരു ദൈവ പൈതലായിരിക്കാനാണ് ദൈവം താല്പര്യപ്പെടുന്നത്. ആ ദൈവ പൈതലിന് നല്ലൊരു പ്രതിഫലം നൽകുവാനാണ് ദൈവം കടന്നു വരുന്നത്. നമ്മൾ ദൈവത്തിന് അനുസരിച്ച് മുന്നോട്ട് പോവുക. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ക്രിസ്തുവിന് നമ്മൾ അവസരം കൊടുക്കുക. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ കർത്താവ് വന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ശബ്ദം നീ കേൾക്കുന്നുണ്ട് എങ്കിൽ ആ വാതിൽ തുറന്ന് കർത്താവിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുക. അപ്രകാരം കർത്താവിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം എന്താണ് എന്ന് മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ എന്താണ് പ്രവചിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനും ദൈവവചനം എന്താണ് നമ്മളിൽ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധ്യമായി തീരും. അപ്രകാരം നമ്മുടെ താലന്തുകളൊക്കെയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം സാധിക്കും. അനേകം ആളുകളെ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരും. അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക. നമ്മുടെ താലന്തുകൾ നാം നശിപ്പിച്ച് കളയാതെ ദൈവവേലയ്ക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു നല്ല ദൈവീക പൈതലായിട്ട് നിലനിൽപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മൾ പലപ്പോഴും വചനം കേട്ട് നമ്മുടെ ഹൃദയങ്ങൾ മരവിച്ചതായിട്ടുള്ള അനുഭവമാണ്. ആ മരവിപ്പിൽ നിന്ന് നമുക്കൊരു രൂപാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ശിഷ്യന്മാരിൽ പ്രവർത്തിച്ചപ്പോൾ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തും പോയി ദൈവത്തിന് വേണ്ടി രക്തസാക്ഷികളാകുവാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചു. അതുപോലെ ഇന്ന് ഈ പകൽക്കാലവും ഈ അന്ത്യനാളുകളിലും കർത്താവിൻ്റെ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കട്ടെ. അനേകം ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരട്ടെ. കർത്താവായ യേശു ക്രിസ്തു നമ്മളിൽ എന്നും വസിക്കുവാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തോട് നല്ലൊരു ബന്ധം സ്ഥാപിപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.